സ്വർണ്ണാഭരണങ്ങൾ നേടാം പകുതി പണിക്കൂലിയിൽ 5% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ. ഒക്ടോബർ 26 മുതൽ നവംബർ 30 വരെ ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ നേടാം ഒരു iPhone 17. ഹയാർ ഗോൾഡൻ ഡയമണ്ട്സ്, CH ബൈപാസ്, വണ്ടൂർ, ഓൾസോ അറ്റ് എളങ്കൂർ. വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു. ഡിസോക്കോ ഫർണിച്ചർ, വണ്ടൂർ, വെള്ളാമ്പുറം. പോരൂർ പൂത്രക്കോവ് മനക്കൽപ്പടി മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ 3ഓളം തവണ പുലിയെ കണ്ടതായി നാട്ടുകാർ. വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് ട്രാപ്പ് ക്യാമറകൾ സ്ഥാപിച്ച് നിരീക്ഷണം തുടങ്ങി. നെല്ലിക്കുന്ന് പുള്ളിപ്പാടത്ത് 2 ദിവസം മുൻപ് പുലിയെ കണ്ടതായി നാട്ടുകാർ സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഇവിടെ പുലിയുടെ കാൽപ്പാടുകളും ഒരു തെരുവുനായയെ കടിച്ചുകൊന്ന നിലയിലും കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം പുലർച്ചെ 3 മണിക്ക് ആശുപത്രിയിൽ പോകുന്നതിനിടെയാണ് വീട്ടമ്മ പുലി റോഡ് മുറിച്ച് കിടക്കുന്നത് കണ്ടത്. ഇതോടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N. മുഹമ്മദ് ബഷീർ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇന്നലെ വൈകുന്നേരം 7 മണിക്കും പൂത്രക്കോവിലെ റബ്ബർ തോട്ടത്തിലൂടെ പുലി നടന്നു പോകുന്നത് സമീപവാസികളും കണ്ടു. ഇതോടെയാണ് പ്രദേശത്ത് ട്രാപ്പ് ക്യാമറകൾ സ്ഥാപിച്ചത്. പുലിയുടെ ചലനങ്ങൾ സ്ഥിരീകരിക്കാൻ പ്രദേശം 24 മണിക്കൂറും നിരീക്ഷണത്തിലായിരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. നാട്ടുകാരുടെ ഭീതി അകറ്റാൻ വേണ്ടി കൂട് സ്ഥാപിച്ച് പുലിയെ പിടികൂടാൻ നടപടി സ്വീകരിക്കണമെന്ന് പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N. മുഹമ്മദ് ബഷീർ പറഞ്ഞു. ഇന്നലെ പുലർച്ചെ 3 മണിക്ക് ഒരു കുടുംബനാഥ പോകുന്ന വഴിക്ക് പുലിയെ കണ്ടു എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് അവരൊന്ന് പരിശോധിക്കുകയും ചില സാഹചര്യങ്ങൾ തെളിവ് പ്രകാരം പുലിയാണെന്ന് സംശയം വരികയുണ്ടായി. അതോടനുബന്ധിച്ച് അവിടെ ക്യാമറ സ്ഥാപിക്കാൻ തീരുമാനിച്ച് ഇന്ന് പുലർച്ചെ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. അതിനപ്പുറം പുതിയൊരു പ്രശ്നം വന്നത് ഇന്നലെ രാത്രിയോടുകൂടി വീണ്ടും നെല്ലിക്കുന്ന് ഭാഗത്തിലൂടെ ഒരു പുലി എന്തോ കടിച്ചു പോകുന്നത് കണ്ടു എന്ന് വ്യാപകമായ പ്രചരണം നടത്തിയപ്പോൾ ആളുകൾക്ക് കൂടുതൽ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ദൂരീകരിക്കുന്നതിന് വേണ്ടി ഫോറസ്റ്റിന്റെ ഭാഗത്തുനിന്നും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം റോഡ് സൈഡിലുള്ള കാടുകൾ വെട്ടാൻ വളരെ പ്രയാസമായതുകൊണ്ട് അവിടെ പൊതു ശ്മശാനമുണ്ട്. അവിടുത്തെ കാട് വെട്ടുന്ന നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പണിക്കാർ കിട്ടിയ ഉടനെ അത് ചെയ്യും. മറ്റത് സ്ഥലത്തിൻ്റെ ഉടമസ്ഥനുമായി ബന്ധപ്പെട്ട് കാട് ഉടനെ വെട്ടി ജനങ്ങളുടെ ഭീതി അകറ്റാൻ വേണ്ട നടപടി സ്വീകരിക്കുന്നുണ്ട്. ഇത് ജനങ്ങളുടെ ഭീതി അകറ്റേണ്ടത് നമ്മുടെ നാട്ടുകാരുടെയും ഉദ്യോഗസ്ഥരുടെയും ബാധ്യതയാണ്. അപ്പം അതുകൊണ്ട് അത് പെട്ടെന്ന് ഭീതി അകറ്റുന്നതിന് വേണ്ടി നടപടി സ്വീകരിക്കുകയും പുലി ഉണ്ടെങ്കിൽ അതിനെ പിടിക്കുവാൻ വേണ്ടി നടപടി സ്വീകരിച്ചുകൊണ്ട് പുലിക്ക് ഒരു കൂട് വെച്ച് അത് പിടിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഇപ്പോൾ പറയാനുള്ളത്. പ്രദേശത്തെ പൊതുശ്മശാനത്തിലെ കാട് വെട്ടാൻ നടപടികൾ സ്വീകരിച്ചുവെന്നും സ്വകാര്യ വ്യക്തികളുടെ തോട്ടങ്ങളിലെ കാട് വെട്ടി ജനങ്ങളുടെ ഭീതി അകറ്റുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. അലിസ് ആൻഡ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിപുലീകരിച്ച ഷോറൂം കൂടുതൽ കളക്ഷനോടെ കൂടുതൽ വിശാലതയോടെ വീണ്ടും നിങ്ങളിലേക്ക്. 18 കാരറ്റ് ആഭരണങ്ങൾക്കും സിൽവർ ആഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും പ്രത്യേക കൗണ്ടറുകൾ. വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയമൊരുക്കി ഫൺ സിറ്റി പാർക്ക്. മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചുല്ലസിക്കാൻ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല. ഫൺ സിറ്റി പാർക്ക്, മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ.